ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗല്ല. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നവരാത്രി ആഘോഷത്തെ പറ്റിയും അവിടെ തന്നെ പ്രധാനമായിട്ടുള്ള നമ്മുടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ കാഴ്ചകളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വേളിമലയിലെ കുമാരസ്വാമിയെ സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തുന്നതോടുകൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തിന് തുടക്കം കുറിക്കും. പലയിനം ദീപാലങ്കാരങ്ങൾ നമുക്ക് ഈ സമയം സരസ്വതി മണ്ഡപത്തിലും കൂടെയുള്ള നമ്മുടെ ഈ റോഡുകളിലും നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ പലതരം വഴിയോര കച്ചവടക്കാരെയും നമുക്ക് ഈ റോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കന്യാകുമാരിയിലെ വേളിമലയിൽ നിന്നും കാൽനട അകമ്പടിയോടുകൂടിയാണ് തിരുവനന്തപുരത്തേക്ക് കുമാരസ്വാമിയുടെ യാത്ര. കുമാരസ്വാമിയുടെ വാഹനമായ വെള്ളിക്കുതിരയിലാണ് യാത്ര. വേൽത്തമ്പി ദളവയുടെ അമ്മ കാണിക്ക വെച്ചതാണ് ഈ വെള്ളിക്കുതിര എന്ന് പറയപ്പെടുന്നു. എല്ലാ വർഷവും മുടങ്ങാതെ നടക്കുന്ന ചടങ്ങായതിനാൽ ഇരു സംസ്ഥാനങ്ങളുടെയും സൗഹൃദവും ഇതിലൂടെ ദൃഢപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുമാരസ്വാമിയെ തിരികെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായി സരസ്വതി മണ്ഡപത്തിൻ്റെ പുറകുവശത്തുള്ള ഗ്രൗണ്ടിൽ നമുക്കൊരു ചെറിയ കാർണിവലും കാണാൻ സാധിക്കും. അതിന് ചേർന്ന് തന്നെ ഒരു വലിയൊരു സ്റ്റാൾ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാളിനുള്ളിൽ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. പലഹാരങ്ങളും തുണികളും ചെറിയ വീട്ടു സാധനങ്ങളും തുടങ്ങിയവയെല്ലാം നമുക്കവിടെ വാങ്ങാനും സാധിക്കും. സ്റ്റാളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് റൈഡുകളും പിന്നെ ജെയിൻ്റ് വീലും കാണാൻ സാധിക്കും. 50 രൂപ മുതൽ 100 രൂപ വരെയാണ് ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.